നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് എന്തിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക? ഒരു ഡ്രീം യാത്ര, അല്ലെങ്കിൽ പുതിയ ഐഫോൺ, അതല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങാൻ എന്നിങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാകും അല്ലേ? എന്നാൽ ഈ ലോണുകൾ നിങ്ങളുടെ ജീവിതത്തെ സത്യത്തിൽ എളുപ്പമാക്കുക തന്നെയാണോ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. എന്താവശ്യത്തിനും പേഴ്സണൽ ലോണുകൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ലോണുകൾ നാളെ ഒരു EMI ആയി മാറുകയും നിങ്ങളെ തന്നെ ഡ്രെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജീവിതശൈലി ആവശ്യങ്ങൾക്കായി പേഴ്സണൽ ലോൺ എടുക്കുന്നത് ശരിയാണോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കാതിരിക്കാൻ നമുക്കിതിൻ്റെ ഗുണവും ദോഷവും ഒന്ന് അനലൈസ് ചെയ്യാം. യാത്രകൾക്കും ഷോപ്പിങ്ങിനും ആഘോഷങ്ങൾക്കും വീട് നവീകരിക്കുന്നതിനുമൊക്കെ പേഴ്സണൽ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കുന്നത് നല്ലതാണ്. ലോണുകൾ മോശമാണെന്നോ ലോണുകൾ മികച്ചതാണെന്നോ ഉള്ള അഭിപ്രായങ്ങൾക്കപ്പുറം അവ എങ്ങനെ നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ സൈലന്റായി തകർക്കും എന്നുമാണ് പറയാൻ പോകുന്നത്. ആദ്യം പേഴ്സണൽ ലോൺ എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കാം. അതൊരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് ആണ്. അതായത് സാധാരണയായി നിങ്ങൾക്ക് വീടോ സ്വർണമോ പോലുള്ള യാതൊരു ഈടും നൽകേണ്ടതില്ല. അൺസെക്യൂർഡ് ലോൺ ആയതുകൊണ്ട് മറ്റ് പല ലോണുകളെക്കാളും ഇതിന്റെ പലിശ നിരക്ക് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പണം വളരെ വേഗത്തിൽ ലഭിക്കും. പലപ്പോഴും കുറഞ്ഞ രേഖകൾ മാത്രം മതിയാകും. ഒരു നിശ്ചിത കാലയളവിൽ, സാധാരണയായി 1 മുതൽ 5 വർഷം വരെ നിശ്ചിത EMI ആയി ഇത് തിരിച്ചടയ്ക്കണം. ബാങ്കുകളും ആപ്പുകളും പേഴ്സണൽ ലോണുകൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഒരു വേഗത്തിലുള്ള പരിഹാരമായി നൽകുന്നുണ്ട്. വിദേശ യാത്രകൾ അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾ, വലിയ കല്യാണങ്ങൾ, പാർട്ടികൾ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ, വില കൂടിയ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഗാഡ്ജറ്റുകൾ, ഫർണിച്ചറുകൾ, വീടിന്റെ അലങ്കാര പണികൾ, നിലവിലെ ബജറ്റിനപ്പുറവുമുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും തുടങ്ങിയ ജീവിതശൈലി ആവശ്യങ്ങൾക്കായി ആളുകൾ പേഴ്സണൽ ലോൺ ധാരാളമായി എടുക്കുന്നുണ്ട്. ഇവിടെ പ്രധാന ആകർഷണം തൽക്ഷണ സംതൃപ്തിയാണ്. പെട്ടെന്ന് ഈ തുക അടച്ചു തീർക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് സ്ഥിരമായ വരുമാനവും വളരെ വ്യക്തവും പ്ലാൻ ചെയ്തതുമായ ചെലവും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ലോൺ എടുക്കുന്നതിൽ തെറ്റില്ല. ചെലവ് നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കണം, അല്ലാതെ പെട്ടെന്ന് തോന്നിയതാവരുത് എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. EMI നിങ്ങളുടെ പ്രതിമാസ സമ്പാദ്യത്തെ ഇല്ലാതാക്കാതെ നിങ്ങളുടെ ബജറ്റിൽ സുഖമായി ഉൾക്കൊള്ളണം. ചിലപ്പോൾ ആളുകൾക്ക് മുഴുവൻ ബില്ലും അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ബാലൻസുകൾ വളരെ ഉയർന്ന പലിശയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഉയർന്ന പലിശയുള്ള കാർഡിന്റെ കടം വീട്ടാൻ കുറഞ്ഞ നിരക്കിലുള്ള ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നത് താരതമ്യേന നല്ലതായിരിക്കും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന രീതി മാറ്റുകയും പഴയ കടങ്ങൾക്ക് മുകളിൽ പുതിയ കടങ്ങൾ എടുക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ലോൺ എടുക്കുന്നത് ഗുണകരമാകുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഫാമിലി ഫംഗ്ഷൻ, അല്ലെങ്കിൽ വിദേശത്തുള്ള രോഗിയായ ബന്ധുവിനെ സന്ദർശിക്കാൻ പോകുന്നത്, അപകടകരമായ സാഹചര്യങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ പേഴ്സണൽ ലോൺ എടുക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോഴും ആവശ്യമുള്ള തുക മാത്രം ലോൺ എടുക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ന്യായമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാലയളവ് തിരഞ്ഞെടുക്കുക. അപ്പോൾ പലിശ കൂടാതിരിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ ദോഷവശങ്ങൾ എന്ന് നോക്കിയാൽ ഒന്നാമത്തേത് ഹിഡൻ ചാർജസ് തന്നെയാണ്. പേഴ്സണൽ ലോണുകൾ പലപ്പോഴും പ്രതിമാസം ചെറിയ തുകയായി തോന്നാം, പക്ഷേ 3-5 വർഷങ്ങൾക്കുള്ളിൽ മൊത്തം പലിശ വളരെ വലുതായിരിക്കും. എടുത്ത തുകയേക്കാൾ വളരെ കൂടുതൽ തുക നിങ്ങൾ തിരികെ അടയ്ക്കേണ്ടി വരും. സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും കുറഞ്ഞ പണം മാത്രമേ ഒരുപാട് ലോണുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കൂ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കുറഞ്ഞ തുകയെ കയ്യിൽ ഉണ്ടാകൂ എന്ന് മാത്രമല്ല, വരുമാനം നിലച്ചാലോ കുറഞ്ഞാലോ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴും ലോൺ എടുക്കും മുമ്പ് അതൊരു അത്യാവശ്യമാണ് എന്ന് ഉറപ്പിക്കേണ്ടത് നിർബന്ധമാണ്. അനാവശ്യമായ ഇഷ്ടങ്ങൾക്കായി ലോൺ എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തലച്ചോറ് ഒരു പുതിയ പാറ്റേൺ പഠിക്കുകയാണ് ചെയ്യുക. ഇതിൽ ഒന്നിലധികം പേഴ്സണൽ ലോണുകൾ, ക്രെഡിറ്റ് കാർഡ് കടങ്ങളുമായി ലോണുകൾ കൂട്ടിച്ചേർക്കുന്നത്, നല്ല ശമ്പളം ഉണ്ടായിട്ടും എപ്പോഴും പണമില്ലാത്ത അവസ്ഥ തോന്നുന്നത് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരാം. പേഴ്സണൽ ലോൺ EMI മുടങ്ങുക, വൈകിയുള്ള പേയ്മെന്റുകൾ തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിച്ചേക്കാം എന്നതുകൂടി ഓർക്കുക. ഇതുമൂലം ഭാവിയിൽ ഹോം ലോൺ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ പോലെയുള്ള പ്രധാനപ്പെട്ട ലോണുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പേഴ്സണൽ ലോണുകളെയും ജീവിതശൈലി ചെലവുകളെയും കുറിച്ച് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ലോണുകൾ എടുത്തു കൂട്ടുന്ന ആളാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാൻ ശ്രമിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.